ഡെസിമൽ മെത്തേഡ്സ് അല്ലെങ്കിൽ ദശാംശ രീതികൾ എന്ന് പറയുന്ന ചാപ്റ്റർ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ട്. വളരെ ഈസി ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയായിരുന്നു. പക്ഷെ എങ്ങനെയാണ് എക്സാമിന് ക്വസ്റ്റ്യൻ വരാന്നുള്ളതിനെ കുറിച്ചിട്ട് ഒരു ഐഡിയ ഉണ്ടാവില്ല അല്ലെ. എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് ചോദിക്കുക, എന്തൊക്കെ ക്വസ്റ്റ്യൻസ് ആണ് വരിക, ഏത് രീതിയിലേക്കാണ് ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോൾ നമ്മൾ ആൻസർ ചെയ്യുക, അങ്ങനെ തുടങ്ങിയിട്ട് കുറേ ഡൗട്ട്സ് എൻ്റെ മക്കളുടെ മനസ്സിലൊക്കെ ഉണ്ടാവും. അപ്പൊ അതിനൊക്കെ ഒരു അവസാനം തരാൻ പോവാണ് മിസ്. സോ ഈ ഒരു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഡെസിമൽ മെത്തേഡ്സ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നും നിങ്ങൾക്ക് ഈ വരുന്ന ക്രിസ്മസ് എക്സാമിന് ഏത് ക്വസ്റ്റ്യൻ ആണ് ചോദിക്കാൻ പോകുന്നതെന്നാണ്. അപ്പൊ ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ എൻ്റെ മക്കൾ പഠിച്ചു വെച്ചാൽ മതി. ദാ നോക്കിയേ, ഇവരൊന്നും നിങ്ങൾ നോക്കി നോക്കുക. ഗിവൺ ദാറ്റ് 1234 into 56 is equal to 69104. വലിയൊരു സംഖ്യയാണ്. ഫൈൻഡ് ദ ആൻസർ ടു ഓൾ ഓഫ് ദ ഫോളോയിങ് പ്രോബ്ലംസ് വിത്തൗട്ട് ആക്ച്വൽ മൾട്ടിപ്ലിക്കേഷൻ. ചുവടെ കൊടുത്തിരിക്കുന്ന കണക്കുകളെ ഉത്തരം ഗുണിച്ചു നോക്കാതെ പറയുക എന്നാ പറഞ്ഞത്. പക്ഷെ നമുക്ക് എന്താണ് ഹിന്റ് തന്നത്? നമുക്ക് ഹിന്റ് തന്നത് എന്താണ്? ക്ലൂ തന്നിട്ടുള്ളത് ഇവൻ എന്ന് പറയുന്നത് ഇവനാണ് തന്നിട്ടുണ്ട് അല്ലേ, ഒരു പ്രൊഡക്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ നോക്ക്, ഒന്നാമത്തെ ആളെങ്ങനെയാ ചെയ്യാ? അപ്പൊ നോക്കിയേ, നമ്പറുകൾക്ക് ഒരു മാറ്റൂല. 1 2 3 4, ഇവിടെ 1 2 3 4, 5 6, 5 6നോട് മൾട്ടിപ്ലൈ ചെയ്യാ ചെയ്തത്. പക്ഷെ എന്ത് സംഭവിച്ചു? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട് എന്നുള്ളൊരു മാറ്റേ ഇവിടെ ഉള്ളൂ അല്ലെ. അപ്പൊ എന്റെ മക്കൾ എന്താ ചെയ്യേണ്ടത്? ഇങ്ങനെ പോയിന്റ് ഉണ്ടെന്ന് വിചാരിച്ച് നമ്മൾ തളരൊന്നും വേണ്ട. നമ്മൾ പോയിന്റ് ഇല്ലാന്നും കൂടെ മനസ്സിൽ ധ്യാനിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിന്റെ ആൻസർ എഴുതുക. ഇവിടെ പോയിന്റ് ഇല്ലെങ്കിൽ നിങ്ങളുടെ ആൻസർ എത്രയായിരിക്കും? നമ്മളുടെ ഈ നമ്പർ അല്ലെ 69104 ആയിരിക്കും നിങ്ങളുടെ ആൻസർ. ഇനി എവിടെയാടാ പോയിന്റ് ഇടുക? ഇവിടെ പോയിന്റ് ഇടുക എന്താന്ന് വെച്ചാൽ, ഇവിടെ നോക്ക്, ഒരൊറ്റ പോയിന്റ് ആണുള്ളത്. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? 1 2 3 നമ്പർ ഉണ്ട് അല്ലെ, 3 നമ്പർ ഉണ്ട്. അങ്ങനെ 3 നമ്പറാണ് ഇവിടെ ഉള്ളതെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? 3 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുക. 1 2 3 നമ്പർ മാറ്റി പോയിന്റ് ഇട്ടു. ഓക്കെ, അപ്പൊ എന്തായിരിക്കും ആൻസർ? 69.104 ആയിരിക്കും ആൻസർ. അടുത്തത് നോക്കിയാടാ, ഇതും എന്ത് ചെയ്യുക? 1234 into 0.56 എന്നാണ്. അപ്പൊ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്? പോയിന്റ് ഇല്ലാന്ന് അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ചിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? അതിനെ മൾട്ടിപ്ലൈ ചെയ്യുക. അതായത് നിങ്ങൾ പോയിന്റ് ഇല്ലെങ്കിൽ എന്തായിരിക്കും? 1234 into 56 അല്ലെ. എത്രയാണ് ആൻസർ വരാ? ഇത് അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ആൻസർ വരുന്നത് 69104 ആണ് ആൻസർ അല്ലെ. ഒരു സംശയമില്ലല്ലോ, 69104 ആണ്. അപ്പൊ പക്ഷെ ഇവിടെ എന്തുണ്ട്? പോയിന്റ് ഉണ്ട്. പോയിന്റ് എവിടെയാ ഉള്ളത്? ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ എന്താ സംഭവിക്കുക? നമുക്ക് ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പറാണ്, ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പറാണ്. ടോട്ടൽ എത്ര നമ്പർ ഉണ്ട്? 1 2 3 നമ്പർ ഉണ്ട്. അപ്പൊ 3 നമ്പർ മാറ്റി പോയിന്റ് ഇടുക. നോക്ക്, ഇതിന്റെ ആൻസറും 69.104 ആണ്. സിമ്പിൾ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ, ഇതും എന്താണ്? നമ്മൾ പോയിന്റ് ഒഴിവാക്കിയിട്ട് ഒന്ന് ഗുണിച്ചു നോക്കുക. എത്രയായിരിക്കും ആൻസർ? പോയിന്റ് ഒഴിവാക്കി ഗുണിക്കുകയാണെങ്കിൽ 1234 into 56 69,104 അല്ലെ. ഇനി എവിടെയാണ് പോയിന്റ് ഉള്ളത് നോക്കുക. ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്, ഇവിടെ ഒരു പോയിന്റ് ഉണ്ട്. ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട്, ഇവിടെ പോയിന്റിന് ശേഷം ഒരു നമ്പർ ഉണ്ട്. അപ്പൊ 3 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇട്ടു. റെഡി? 3 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇട്ടു. അടുത്ത ക്വസ്റ്റ്യൻ നോക്കുക. നോക്കിയേ, അടുത്ത ക്വസ്റ്റ്യനിലും ഇതുപോലെ തന്നെ പോയിന്റ് ഒഴിവാക്കണേ. 1234 into 0056 എന്ന് പറഞ്ഞാൽ എന്താണ്? 56 അല്ലെ. അപ്പൊ ഈ ഒരു പോയിന്റ് ഒഴിവാക്കി, പോയിന്റ് ഇല്ലാന്ന് അങ്ങോട്ട് മനസ്സിൽ ധ്യാനിച്ചിട്ട് ആദ്യം അങ്ങോട്ട് ചെയ്യും. എന്താണ്? 1234 into 56 ചെയ്താൽ എത്ര കിട്ടുക? നമുക്ക് ഓൾറെഡി പറഞ്ഞു തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഗുണിച്ച് നോക്കുക പോലും വേണ്ട. എത്രയാണ്? 69,104. ഇനി എന്താ ചെയ്യേണ്ടത്? ഇവിടെ എവിടാ പോയിന്റ് നോക്കാം. ഇവിടെയാണ് പോയിന്റ് കിടക്കുന്നത്. പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ട്? 3 നമ്പർ ഉണ്ട്. 1 2 3. അപ്പൊ 3 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടാം. അപ്പൊ നിങ്ങൾ നോക്കിയടാ, നിങ്ങൾ ഗുണിച്ച പല രീതിയിലായിരുന്നു. പോയിന്റ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റിയിട്ടിട്ടൊക്കെ ആയിരുന്നു ഗുണിച്ചത്. പക്ഷെ കിട്ടിയ ആൻസേഴ്സ് എല്ലാം സെയിം ആണ്. സിമ്പിൾ. അപ്പൊ ഇതുപോലെയാണ് കേട്ടോ കാണേണ്ടത്. എന്തായാലും ഡെസിമൽ മെത്തേഡ്സ് എന്ന് ചോദിക്കാൻ പോകുന്നത് ഗുണിക്കാൻ വേണ്ടിയിട്ടാണ്. ഗുണിക്കാനാണെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? ഗുണിക്കാനാണെങ്കിൽ ഇത്രമാത്രം ആലോചിക്കുക. ഗുണിക്കാനാണെങ്കിൽ നിങ്ങൾ ആ ഒരു പോയിന്റ് ഇല്ലാന്ന് മനസ്സിൽ അങ്ങോട്ട് ധ്യാനിച്ചിട്ട് നിങ്ങൾ ഗുണിച്ചു നോക്കുക. എന്നിട്ട് ഗുണിച്ചതിന് ശേഷം എന്ത് ചെയ്യുക? പോയിന്റിന് ശേഷം എത്ര നമ്പർ ഉണ്ടോ അത്രയും നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടുക. അത്രയേ ഉള്ളൂ പരിപാടി. ഓക്കെ, അപ്പൊ എല്ലാവരുടെയും പ്രശ്നമാണ്, നിങ്ങൾക്ക് എല്ലാ ചാപ്റ്ററിലുള്ള എല്ലാ കാര്യങ്ങളും പഠിച്ചിട്ടുണ്ടാവും. പക്ഷെ എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരാൻ മക്കൾക്ക് ആർക്കും ഒരു ഐഡിയ ഉണ്ടാവില്ല. അപ്പൊ ഇനി എക്സാമിന് എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരിക, ആ രീതിയിലാണ് ഇനി എൻ്റെ മക്കൾ പഠിക്കേണ്ടത്. അപ്പൊ അതേപോലെ പഠിക്കാൻ, അതുപോലെ കുറെ ക്വസ്റ്റ്യൻസ് കിട്ടാനുള്ള ഒരു മാർഗം എന്ന് പറയുന്നത് ആരാന്നറിയോ? നമ്മളുടെ
ക്ലാസ് 7 സ്റ്റഡി ഗ്രൂപ്പാണ് കേട്ടോ. ഈ ഒരു സ്റ്റഡി ഗ്രൂപ്പിൽ ഞങ്ങൾ എന്നും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് തരാറുണ്ട്. വെറൈറ്റി ഓഫ് ക്വസ്റ്റ്യൻസ് നമ്മൾ തരാറുണ്ട്. നിങ്ങൾക്ക് പഠിക്കാനുള്ള മോട്ടിവേഷൻസ് തരാറുണ്ട്. ലൈവിൻ്റെ ലിങ്ക് തരാറുണ്ട്. നമ്മളുടെ എല്ലാ ഫാക്കൾട്ടീസും മെസ്സേജ് അയക്കാറുണ്ട്. അങ്ങനെയുള്ള ഒരു അടിപൊളി സച്ചപ്പ് ഗ്രൂപ്പാണ് നമ്മളുടെ ക്ലാസ് 7 ക്രിസ്മസ് സ്റ്റഡി ഗ്രൂപ്പ് എന്ന് പറയുന്നത്. ഇത് തികച്ചും ഫ്രീ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ മക്കൾ ആരെങ്കിലും ഇതിൽ ജോയിൻ ചെയ്യാൻ ഇനിയും ബാക്കിയുണ്ടെങ്കിൽ, നമ്മളുടെ ക്ലാസ്സസിൻ്റെ എല്ലാ നോട്ട്സും സ്റ്റഡി മെറ്റീരിയൽസും ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ, ഫ്രീ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ, എടാ ഇപ്പം തന്നെ സ്റ്റഡി ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തോ. ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് കമൻറ്റ് ബോക്സിൻ്റെ മുകളിലായിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, റെഡി? അങ്ങനെയെങ്കിലും ഒരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്ത് നോക്കാം അല്ലേ? ഓക്കെ, അപ്പോൾ കുറച്ചുകൂടി ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻ നോക്കാം. എന്താ നോക്ക്, ദിവൻ 101 × 102 = 10302. അനലൈസ് ദ ഓപ്പറേഷൻ ഗിവൺ ബിലോ. ഇതൊക്കെ ഈ ഓപ്പറേഷൻസ് ഒക്കെ നോക്കാനാണ് പറഞ്ഞത്. ഓക്കെ, അപ്പോൾ ഓരോന്നായിട്ട് ഞാൻ ആൻസർ എഴുതി വെക്കുകയാണേ. ഇവന്മാരൊക്കെ ആൻസർ ഞാൻ എഴുതി വെക്കാം. ഒന്നാമത്തത് നമ്മൾ എന്ത് ചെയ്യും? പോയിന്റ് ഒഴിവാക്കിയിട്ട് ഗുണിച്ചു നോക്കൂ അല്ലേ? അപ്പോൾ 101 × 102 എന്താണ്? 10302 തന്നെയാണ്. ഇവിടെ ഓക്കെ, പോയിന്റ് ശേഷം എത്ര നമ്പർ ഉണ്ട്? ഇവിടെ പോയിന്റ് ശേഷം 2 നമ്പറും ഇവിടെ 1 നമ്പറും. ടോട്ടൽ എത്ര നമ്പറായി? 3 നമ്പറായി. അപ്പം ഞാൻ എന്ത് ചെയ്യും? 3 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. ഇതും പോയിന്റ് ഒഴിവാക്കി ഗുണിച്ചു കഴിഞ്ഞാൽ 101 × 102. ഇതും ആൻസർ എത്ര വരിക? 0302. പക്ഷെ എവിടെ പോയിന്റ് ഉള്ളത്? പോയിന്റ് നോക്കിയേ, ഇവിടെ പോയിന്റ് ഇതാ, ഇവിടാണ് പോയിന്റ്. ഇവിടെ പോയിന്റിന് ശേഷം 3 നമ്പറും ഉണ്ട്, ഇവിടെ പോയിന്റിന് ശേഷം 1 നമ്പറും ഉണ്ട്. ടോട്ടൽ എത്ര നമ്പറായി? 4 നമ്പറായി. അപ്പൊ 4 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇട്ട് കൊടുക്കണേ. 1 2 3 4 4 നമ്പർ മാറ്റിയിട്ട് മിസ് പോയിന്റ് ഇട്ട് കൊടുത്തു. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയടാ. 10.1 × 10.2. പോയിന്റ് ഒഴിവാക്കി കുടിച്ചാൽ 101 × 102. ഇതന്നെ ആൻസർ 10302 അല്ലെ? ഇനി പോയിന്റ് എവിടെ ഇടാ? ഇവിടെ ഒക്കെ പോയിന്റ് ശേഷം 1 നമ്പർ, ഇവിടെയും പോയിന്റ് ശേഷം 1 നമ്പർ, അതായത് 2 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇടാം. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ. 101 × 0.102. നമ്മൾ പോയിന്റ് ഒഴിവാക്കി ഗുണിച്ചാൽ 101 × 102 0302. ഓക്കെ, ഇനി എന്താ ചെയ്യേണ്ടത്? പോയിന്റ് എവിടെ ഇടണം നോക്കണം. ഇവിടെ പോയിന്റ് ഒന്നുമില്ല. ഇവിടെ എന്താണ്? പോയിന്റ് ശേഷം 3 നമ്പർ ഉണ്ട്. അപ്പം 3 നമ്പർ മാറ്റിയിട്ട് മിസ് പോയിന്റ് ഇടും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ലാസ്റ്റ് 1.01 × 0.102. അപ്പൊ എന്തായിരിക്കും? പോയിന്റ് ഒഴിവാക്കി ഗുണിച്ചാൽ 101 × 102. അപ്പൊ എന്തായിരിക്കും ആൻസർ? 10302 ആണ്. ഇനി നിങ്ങൾ നോക്കിയേ, പോയിന്റ് എവിടെയാണ് ഉള്ളത്? ഇവിടെ പോയിന്റിന് ശേഷം 2 നമ്പർ ഉണ്ട്, ഇവിടെ പോയിന്റിന് ശേഷം 3 നമ്പർ ഉണ്ട്. ടോട്ടൽ എത്ര നമ്പറായി? 3 ഉം 2ഉം 5 നമ്പറായി. അപ്പൊ 5 നമ്പർ മാറ്റി പോയിന്റ് ഇടണം. 1 2 3 4 5 നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഇട്ടു. അതായത് പോയിന്റ് 10302. ഓക്കെ, ഇനി പോയിന്റിന് മുന്നേ ആരുമില്ലേ മക്കൾ? വെറുതെ ഒരു 0 ഇട്ട് കൊടുക്കുക കേട്ടോ. ബിക്കോസ് ടീച്ചേഴ്സ് വിചാരിക്കും അറിയാണ്ട് നിങ്ങൾ കുത്തിപ്പോയതാന്ന് വിചാരിക്കും. അത് പോയിന്റ് ആണെന്ന് അവർക്ക് മനസ്സിലാവില്ല. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? പോയിന്റിന് മുന്നേ ആരും ഇല്ലെങ്കിൽ അവിടെ ഒരു പോയിന്റ് എന്ത് ഇട്ട് കൊടുക്കുക? പോയിന്റിന് മുന്നേ ഒരു 0 ഇട്ട് കൊടുക്കുക. റെഡി? അപ്പൊ ഇതിലുള്ള ക്വസ്റ്റ്യൻസ് ഇതൊന്നും അല്ല. ആക്ച്വലി ഇവർ ചോദിക്കുകയാണെ, വിച്ച് ആർ ദ ഓപ്പറേഷൻസ് ഹാവിംഗ് ദ സെയിം പ്രൊഡക്റ്റ്? അതായത് ഒരേ ഗുണനഫലങ്ങളുള്ള പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണ്? ഇതിലേതാ ഒരേ ഗുണനഫലമുള്ള പ്രവർത്തനങ്ങൾ? ഇതാ നോക്കിയേ, ഇവന്മാർ രണ്ടാളും നോക്ക്. 10.302. ഇതും 10.302. അപ്പൊ എയും ഡിയും ആണ് എന്ത്? ഒരേ ഗുണനഫലമുള്ള പ്രവർത്തനങ്ങൾ, എ ആൻഡ് ഡി. ഇനി അടുത്ത നോക്ക്, ഫൈൻഡ് ദ ഓപ്പറേഷൻസ് ഓഫ് ദ ലാർജസ്റ്റ് പ്രൊഡക്റ്റ് ആൻഡ് ലീസ്റ്റ് പ്രൊഡക്റ്റ്. അതായത് ഏറ്റവും വലിയ ഗുണനഫലത്തിന്റെയും ഏറ്റവും ചെറിയ ഗുണനഫലത്തിന്റെയും പ്രവർത്തനങ്ങൾ കണ്ടെത്തുക. ഏറ്റവും വലിയ ഗുണനഫലം കിട്ടിയത് ഏതാ? ലാർജ്. അതായത് ഏറ്റവും വലിയ ഗുണനഫലം കിട്ടിയത് ഏതിനാണ്? നിങ്ങളൊന്ന് ആലോചിച്ചൊക്കെ, ഏതിനാണ്? ഇത് 0 പോയിന്റ്, ഇത് 10 പോയിന്റ്, ഇത് 103 പോയിന്റ്, 1 പോയിന്റ്, 10 പോയിന്റ്. ഏതാ ഏറ്റവും വലുത്? 103 പോയിന്റ് അല്ലെ? ഇതാണ് ലാർജ് എന്ന് പറയുന്നത് അല്ലെ? ഏറ്റവും വലുത് എന്ന് പറയുന്നത് സി ആണ്. ഏറ്റവും സ്മോള് ചെറുത് ഏതാണ്? ചെറുത് എന്ന് പറയുന്നത് 10 പോയിന്റ് ഉണ്ട്, 1 പോയിന്റ് ഉണ്ട്, 10 പോയിന്റ്, 103 പോയിന്റ്, 10.0 പോയിന്റ്. ഏതാ ചെറുത്? ഇതാണ് അല്ലെ? ഇ ആണ് ചെറുത് എന്ന് പറയുന്നത് അല്ലെ? ഇ ആണ് ചെറുത് എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. When 101 is multiplied by a particular number, we get 1030.2. Find the number from the following. അതായത് നമ്മളോട് പറയാം, 101 ഒരു പ്രത്യേക സംഖ്യ കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് 1030.2 ലഭിക്കും. താഴെ കൊടുത്തിരിക്കുന്നതിൽ നിന്ന് സംഖ്യ കണ്ടെത്തുക. അപ്പൊ 101 എന്തിനൊക്കൊണ്ടോ ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 1030.2 കിട്ടും. ഓക്കെ, അപ്പൊ നമുക്ക് അറിയുന്ന ഓൾറെഡി തന്ന കാര്യമാണ് എന്ത്? നമുക്ക് 101 × 102 ആണ് എന്ത്?
10:30.2 നമുക്കറിയാം അല്ലെ, 2 നമുക്കറിയാം. പക്ഷെ ഇവിടെ എന്തുണ്ട്, ആൻസറിൽ ഒരു പോയിന്റ് ഉണ്ട്. പോയിന്റിന് ശേഷം ഒരു നമ്പർ മാറ്റിയിട്ട് ഒരു പോയിന്റ് ഉണ്ട്. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യനിലും എന്തുണ്ടാവും, ഒരു നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഉണ്ടാവും. അതായത് ഇവിടെ 102 തന്നെയാണ് വരിക, പക്ഷെ എവിടെ ഉണ്ടാവും പോയിന്റ്, ഒരു നമ്പർ മാറ്റിയിട്ട് പോയിന്റ് ഉണ്ടാവും. 10.2 ആയിരിക്കും അല്ലെ, 10.2 ആയിരിക്കും. അതായത് സി ആയിരിക്കും ആൻസർ. ഓക്കെ, സി ആയിരിക്കും ആൻസർ. അങ്ങനെയെങ്കിൽ മിസ് ഒന്ന് ചോദിക്കട്ടെ, 0.102 ഇൻറ്റു 0.101 ഇത് എത്രയായിരിക്കും? നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക കേട്ടോ. 0.101 ഇൻറ്റു 0.102 എത്രയാന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യുക. സോ ഇതുപോലെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിച്ചിട്ട് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം സെറ്റ് ആക്കണം. എൻ്റെ ക്രിസ്മസ് എക്സാം എനിക്ക് ബേസിക് മുതൽ പഠിക്കണം മിസ്സേ. ഞങ്ങൾക്കൊന്നും ഞങ്ങൾ നോക്കിയില്ല, കലാമേളയും കായികമേളയായി അതിൻ്റെ ബാക്കിലായി പോയി മിസ്സേ. ഞങ്ങൾക്ക് ഒരു ചാൻസ് കൂടി തരാൻ കഴിയുമോ എന്ന് ചോദിക്കുന്നവർക്കുള്ള ആ ലാസ്റ്റ് ഫൈനൽ ആൻസർ ആണ് നമ്മളുടെ ക്രിസ്മസ് എക്സാമിനും ഫൈനൽ എക്സാമിനും ഒരുപോലെ നിങ്ങളെ അടിപൊളിയാക്കിയിട്ട് മാർക്ക് വാങ്ങാൻ സാധിപ്പിക്കുന്ന ഈ ഒരു ബൂസ്റ്റർ ബാച്ച് എന്ന് പറയുന്നത് ക്ലാസ് 7 ബൂസ്റ്റർ ബാച്ച്. അപ്പോൾ ഈ ഒരു ക്ലാസ് 7 ബൂസ്റ്റർ ബാച്ച് നിങ്ങൾക്ക് 1249 രൂപയ്ക്കാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടാൻ പോകുന്നത്. 1249 രൂപയ്ക്കാണ്. പക്ഷെ നിങ്ങൾ ഇപ്പം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇത്ര മാത്രം എൻ്റെ മക്കൾ ചെയ്താൽ മതി. 1499 ബാച്ചിന് പിന്നെയും ഞങ്ങൾ ഓഫർ ഇട്ടിട്ട് നിങ്ങൾക്ക് തരാണ്. അപ്പോൾ മക്കൾ എന്താ ചെയ്യേണ്ടത്, ഇത്രയും ചെറിയ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ എൻ്റെ മക്കൾ ഇപ്പോൾ ഓടിപ്പോയിട്ട് കമൻറ്റ് ബോക്സിന് മുകളിലായിട്ട് ഒരു രജിസ്ട്രേഷൻ ലിങ്ക് കാണാം. അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് ജസ്റ്റ് രജിസ്റ്റർ ചെയ്തിടാം. ബാക്കിയൊക്കെ നമുക്ക് വരുന്നിടത്ത് വെച്ച് കാണാം. രജിസ്റ്റർ ചെയ്ത കുട്ടികൾക്ക് മാത്രമേ ഈ ഒരു ഓഫർ ലഭിക്കുകയുള്ളൂ. ബിക്കോസ് നിങ്ങൾക്കിപ്പോൾ 2 ദിവസം കഴിഞ്ഞിട്ട് ആലോചിക്കുകയാണ്, അല്ലാ ബൂസ്റ്റർ ബാച്ചിൽ ചേരാനുള്ള മിസ് ചെയ്യുന്നത്, അപ്പോൾ എന്തുണ്ടാവില്ല, ഈ ഒരു ഓഫർ ഒന്നും ഉണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ രജിസ്ട്രേഷൻ ലിങ്കിൽ രജിസ്റ്റർ ചെയ്യുന്ന കുട്ടികൾക്കുള്ളതാണ് ഈ ഒരു ഓഫർ. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 2000 കുട്ടികൾക്കാണ് ഈ ഓഫർ കൊടുക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിടാം കേട്ടോ. ബാക്കിയൊക്കെ നിങ്ങളുടെ വീട്ടുകാരുമായിട്ട് തീരുമാനിച്ചിട്ട് ഇങ്ങ് പോരും. ഓക്കെ, സോ നമുക്ക് മറ്റൊരു വീഡിയോവുമായി കാണാം. അതുവരേക്കും ബൈ.